എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലവർഷം 1202 ആരംഭിക്കുകയാണ്. ഈ വരും വർഷം മാറ്റങ്ങളുടെയും വലിയ ഗ്രഹമാറ്റങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. പ്രപഞ്ചത്തിലെ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം, അതുപോലെ ശനി, രാഹുകേതുക്കൾ എന്നിവയുടെയൊക്കെ രാശി മാറ്റങ്ങൾ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത്. ഇന്ന് നാം പരിശോധിക്കുന്നത് ധനു മകരക്കൂറുകളിൽ ഉൾപ്പെടുന്ന ഉത്രാടം നക്ഷത്രക്കാരുടെ 1202 ആണ്ടിലെ സമ്പൂർണ്ണ ഫലത്തെപ്പറ്റിയാണ്. സമ്പൂർണ്ണ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. വ്യാഴം 2026 ഒക്ടോബർ 31 വരെ കർക്കിടകൻ രാശിയിലും തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലുമാണ്. അതിനുശേഷം 2027 ജൂൺ 25 വരെ വീണ്ടും കർക്കിടകൻ രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. ശനി 2027 ജൂൺ വരെ മീനൻ രാശിയിലും തുടർന്ന് മേടൻ രാശിയിലും സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ 2026 ഡിസംബർ 5 യഥാക്രമം മകരം, കർക്കിടകം രാശികളിലേക്ക് പ്രവേശിക്കുന്നു. ഈ സങ്കീർണവും എന്നാൽ നിർണായകവുമായ ഗ്രഹസ്ഥിതിയിൽ ഉത്രാടം നക്ഷത്രക്കാരുടെ തൊഴിൽ, അവരുടെ ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൊക്കെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ ഉത്രാട നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് പരിശോധിക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു കാൽഭാഗം ധനുക്കൂറിലും ബാക്കി മുക്കാൽ ഭാഗം മകരക്കൂറിലുമായിട്ടാണ് വരുന്നത്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെയൊക്കെ അനുകൂല സ്ഥിതി തൊഴിൽ രംഗത്തൊക്കെ വലിയ മുന്നേറ്റങ്ങളൊക്കെ നൽകും. ജോലിയിലൊക്കെ പ്രൊമോഷൻ, അതുപോലെ അർഹമായ അംഗീകാരങ്ങളെ, ട്രാൻസ്ഫറൊക്കെ ആഗ്രഹിച്ചവർക്ക് അനുകൂലമായ ഉത്തരവ് എന്നിവയൊക്കെ ലഭിക്കാൻ സാധ്യതകളും ഏറെയാണ്. സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ജോലിയിൽ അധിക ഉത്തരവാദിത്തങ്ങളൊക്കെ തേടിയെത്തും. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് വലിയൊരു നേട്ടമായും മാറുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ്. സ്വകാര്യ മേഖലയിലൊക്കെ ഉള്ളവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് 2026 ഒക്ടോബർ വരെ പുതിയ തൊഴിലവസരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെയധികം അനുകൂലമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം 2026 ഡിസംബറിലെ രാഹുകേതു മാറ്റം, അതുപോലെ 2027 ജൂണിലെ ശനി മാറ്റവും തൊഴിൽ സ്ഥലത്ത് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിനാൽ ഈ സമയത്ത് സഹപ്രവർത്തകരുമായിട്ടൊക്കെ വിയോജിപ്പുകളൊക്കെ വരാതെ സൂക്ഷിക്കണം. അതുപോലെ നിങ്ങളുടെ ജോലികൾ മറ്റുള്ളവരെയൊന്നും ഏൽപ്പിക്കാതെ സ്വയം ചെയ്തൊക്കെ തീർക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽപരമായി കഠിനാധ്വാനത്തിനൊക്കെ അനുസരിച്ചുള്ളൊരു ഫലമൊക്കെ ലഭിക്കുന്ന വർഷമാണ് വരാൻ പോകുന്നത്. അടുത്തതായി ബിസിനസ് രംഗത്തുള്ള ഉത്രാട നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ്സിൽ വലിയ മുതൽ മുടക്കുകളൊക്കെ നടത്തുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി, അതായത് 2026 ഒക്ടോബർ വരെ വളരെ മികച്ച സമയമാണ്. ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി പ്രഭാവത്താൽ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ വിപണിയിലൊക്കെ ഇറക്കാനോ അനുയോജ്യമായ സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവരെ പങ്കാളിയുമായിട്ടൊക്കെ പൂർണ്ണ സുതാര്യതയൊക്കെ പുലർത്തേണ്ടതാണ്. 2026 ഡിസംബറിന് ശേഷം രാഹു മകരൻ രാശിയിലേക്കൊക്കെ മാറുന്നതോടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിസ്സാര തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കരാറുകളിലും സാമ്പത്തിക ഇടപാടുകളിലും ഒക്കെ കൃത്യത പാലിക്കേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല, അതുപോലെ നിർമ്മാണ സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്ന മേഖല, ടെക്നോളജി, അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഭക്ഷ്യ സംസ്കരണം എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷം മികച്ച സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ മന്ദഗതിയിലായിരുന്ന പല പ്രൊജക്റ്റുകളും പുനരാരംഭിക്കാനൊക്കെ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായിട്ട് മിശ്രഫലങ്ങളാണ് അനുഭവപ്പെടുക. ധനവരവൊക്കെ വർദ്ധിക്കുമെങ്കിലും അതിനോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ ചിലവുകളും വന്നു ചേരാം. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭൂമി വിൽപ്പന, അതുപോലെ പഴയ കുടിശ്ശികകൾ തീർക്കൽ, ബോണസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് എന്നിവയിലൂടെയൊക്കെ പണം കൈവശം എത്താൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിലോ ദീർഘകാല പദ്ധതികളിലോ ഒക്കെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദഗ്ധോപദേശമൊക്കെ തേടുന്നത് നന്നായിരിക്കും. 2026 ഒക്ടോബർ മുതൽ 2027 ജനുവരി വരെയുള്ള കാലയളവിൽ ഈ ധനസംബന്ധമായ ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ വീട് പണി, അതുപോലെ വാഹനത്തിൻ്റെ പണി,
അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്കായിട്ടൊക്കെ പണം ചെലവഴിക്കേണ്ടതായും വരാം. അതുകൊണ്ട് തന്നെ അനാവശ്യ ധൂർത്തൊക്കെ ഒഴിവാക്കി സമ്പാദ്യശീലമൊക്കെ വളർത്തിയെടുക്കുന്നത് വരും കാലങ്ങളിലെ ഒരു തുണയാകുന്നതാണ്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമൊക്കെ ഈ വർഷം പരമാവധി ഒഴിവാക്കേണ്ടതുമാണ്. ഇനി ഉത്രാട നക്ഷത്രക്കാരുടെ കുടുംബജീവിതവും ബന്ധങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദാമ്പത്യത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നതാണ്. എന്നാൽ ഡിസംബർ 5-ന് ശേഷമുള്ള രാഹുകേതുക്കളുടെ മാറ്റം നിമിത്തം നിസ്സാര കാര്യങ്ങൾക്ക് പോലും പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പരസ്പര വിശ്വാസം അതുപോലെ തുറന്ന ആശയവിനിമയമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. വിവാഹാലോചനകളൊക്കെ നടത്തുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുയോജ്യമായ പങ്കാളിയൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ കുടുംബത്തിലെ ഈ സന്താന ലബ്ധിക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെയൊക്കെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ്. സഹോദരങ്ങളുമായിട്ടൊക്കെ സ്നേഹബന്ധമൊക്കെ പുലർത്തുമെങ്കിലും വസ്തുവകകളൊക്കെ സംബന്ധിച്ച തർക്കങ്ങളിൽ ക്ഷമ പാലിക്കുന്നത് കുടുംബാന്തരീക്ഷം ശാന്തമാക്കുന്നതുമാണ്. ഇനി ഉത്രാട നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വ്യാഴത്തിൻ്റെ അനുകൂല പ്രഭാവമൊക്കെ മൂലം മത്സര പരീക്ഷകളിലൊക്കെ മികച്ച വിജയമൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. ആഗ്രഹിച്ച കോളേജിലോ അല്ലെങ്കിൽ കോഴ്സിലോ ഒക്കെ പ്രവേശനം ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വിസയും അഡ്മിഷനും ഒക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. 2026 ഡിസംബറിന് ശേഷം പഠനത്തിൽ ശ്രദ്ധക്കുറവോ മടിയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി ഉത്രാട നക്ഷത്രക്കാരുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ഈ വർഷം അല്പം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങളുണ്ടാകാം. അതുപോലെ എല്ലുകൾക്കും സന്ധികൾക്കും ഒക്കെ ഉണ്ടാകുന്ന വേദന, അതുപോലെ ഉത്കണ്ഠ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2027 ജൂണിന് ശേഷം ശനിയുടെ രാശിമാറ്റം കാരണം വാതസംബന്ധമായ ബുദ്ധിമുട്ടുകളും വരാം. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ ശീലമാക്കുക. യാത്രകളിലൊക്കെ വേഗത കുറയ്ക്കുകയും ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ പുലർത്തുകയും വേണം. മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ യോഗ ധ്യാനമൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഈ വർഷത്തെ ഗ്രഹദോഷങ്ങളുടെയൊക്കെ തീവ്രത കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിക്കാനും ഉത്രാട നക്ഷത്രക്കാർ ചെയ്യേണ്ട ലളിതമായ വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉത്രാടം സൂര്യൻ്റെ നക്ഷത്രമായതിനാൽ നിത്യവും രാവിലെയോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലോ ആദിത്യ ഹൃദയം ജപിക്കുന്നത് സർവകാര്യ വിജയത്തിനും ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. അതുപോലെ തിങ്കളാഴ്ചകളിലും ഞായറാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവന് ധ്യാര, അതുപോലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയൊക്കെ കഴിക്കുന്നത് നിങ്ങളുടെ ദോഷങ്ങളെ അകറ്റുന്നതാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിലെ തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നതും സാമ്പത്തിക ഭദ്രതയൊക്കെ നൽകുന്നതുമാണ്. കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യങ്ങളെ പരമാവധിയൊക്കെ പ്രയോജനപ്പെടുത്തി ഈ 1202 ആണ്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് വൻ വിജയമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.